പെരുമാനെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ. സൈഡിൽ പിടിച്ച് കഴിഞ്ഞാൽ മാത്രം നോക്കണം. ഹരേ കൃഷ്ണ. എല്ലാവരും അങ്ങോട്ട് പുറകിലേക്ക് പോയിരിക്കണല്ലേ? അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈശോപനിഷത്തിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഭഗവാനെ കുറിച്ച് അറിയാൻ, ഭഗവാന്റെ ലീലകളെ കുറിച്ച് ചർച്ച ചെയ്ത് ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിലൂടെ നമ്മൾ വരുമ്പോൾ അതെന്താണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഇവിടെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഈശോപനിഷത്തിൻ്റെ മന്ത്രം എല്ലാവരും അത് ഏറ്റ് ചൊല്ലേണ്ടതാണ്. ഇവിടെ നിന്ന് ആദ്യം ഒന്ന് വായിച്ചു തരാം. അപ്പം എല്ലാവരും അത് വായിക്കുക. ഹരേ കൃഷ്ണ. അനേജത് ഏകം മനസ്സാ ജവീയ അനേജത് ഏകം മനസ്സാ ജവീയ ന ഏനത്തേവ ആപ്നുവാൻ പൂർവം ആർഷത് ന ഏനത്തേവ ആപ്നുവാൻ പൂർവം ആർഷത് തദ്ദാവദാ അന്യാൻ അദ്യോതിനിഷ്ഠത് തസ്മിൻ ആപമതിരീശ്വദാദതി. നീ വായിച്ചു. ഏകം മനസ്സോ ജവീയോ നൈനദേവ ആപ്നുവൻ പൂർവം തസ്മിൻ അഹോ മാതരിഷ്ഠദാദി. ഞാൻ വായിക്കുന്നു. അനേകദേകം മനസ്സോ ജവിയോ അനേകം മനസ്സോ ജവീയോ ദേവ ആത്മവൻ പൂർവമർഷ നൈനദേവ ആപ്നുവൻ പൂർവം തദ്ദാവദോ അന്യാതീതിഷ്ഠ തഥാവജ്ഞാനതീതിഷ്ഠ തസ്മിന്നഹോ മാതരിഷ്ഠദാദി. തസ്മിൻ നമോ മാതരിഷ്ഠദാദി. അനേകം മനസ്സോ ജവീയോ നൈനദേവ ആപ്നുവൻ പൂർവം തഥാവജ്ഞാനതീതിഷ്ഠ തസ്മിൻ നമോ മാതരിഷ്ഠദാദി. അനേകദേകം മനസ്സോ ജവീയോ അനേകദേകം മനസ്സോ ജവിയോ നൈനദേവ ആപ്നുവൻ പൂർവം നൈനദേവ ആപ്നുവൻ പൂർവം തസ്മിൻ നമോ മാതരിഷ്ഠദാദി.
വായിക്കൂ. ആ വായിക്കൂ. അനേകദേവം മനസ്സോദരീയോ ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മളെല്ലാവരും ഇന്നിപ്പോൾ ഈ കലിയുഗത്തിൻ്റെ വളരെ കടുത്ത മൂർധന്യാവസ്ഥയിലേക്ക് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ സമൂഹം വളരെ തീവ്രമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ആളുകളാണെങ്കിൽ ഭൗതിക സുഖങ്ങളിൽ, ഭൗതികതയിൽ കൂടുതൽ അങ്ങോട്ട് ആണ്ടിറങ്ങി ഉള്ള ഈശ്വര വിശ്വാസങ്ങളെയെല്ലാം അത് എങ്ങനെയെങ്കിലും മനുഷ്യ മനസ്സുകളിൽ അവരുടെ തലച്ചോറിനകത്ത് ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് തേച്ച് മാച്ച് കളയണ ഉത്തരവാദിത്വം ഏറ്റിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീശ്വരവാദികൾ, നിരാകാരവാദികൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഈശ്വരനില്ല എന്ന് വാദിക്കുന്ന ഒരു പക്ഷം ഒരു ഭാഗം ഭൗതികതാവാദികൾ. ഈശ്വരനുണ്ട്, അത് വ്യക്തിസ്വരൂപമായ രൂപത്തിലുണ്ട്. ആ ഈശ്വരനെ നമുക്ക് ഭക്തിയുടെ ഭഗവത് സേവനത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളൊരു ഈശ്വരനെ കാണാം. അത് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഗുരുരമ്മയെ പോലുള്ള, പ്രധാനത്തെ പോലുള്ള അവരെല്ലാം തന്നെ ഭക്തിയിൽ ഭഗവാനെ ഭജിക്കുന്നതിന് വേണ്ടി അവർ ഹൃദയം നൽകിയവർ അല്ലേ. അപ്പോൾ ഒരു ശ്രീല പ്രഭുപാദൻ പറയുന്നത് ഒരു ഭക്തന് മാത്രമേ ഭഗവാനെ തിരിച്ചറിയാനും കാണാനും മനസ്സിലാക്കാനും കഴിയുന്നതാണ്. ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അവന് കഴിയുന്നു. അതെന്താണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന മുഖ്യധാര ചർച്ചകളിലൊന്നാണ് സനാതന ധർമ്മത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് അല്ലേ. അപ്പോൾ ഭൗതികതാവാദത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? ജഡപദാർത്ഥത്തെ സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടമാണ് ഭൗതികത അല്ലേ. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും. ശരീരം അത് നശിക്കും ഇല്ലേ, ശരീരത്തിന് നാശമുണ്ട്. പക്ഷേ അതിനകത്തുള്ള ആത്മാവ് എന്ന് പറയുന്ന ആ സാധനത്തിന് അല്ലെങ്കിൽ ആ വസ്തുവിന് നാശമില്ല അല്ലേ. നമ്മുടെ ആചാര്യന്മാർ പറയുന്നു ആത്മാവിന് നാശമില്ല. ഭഗവാൻ പറയുന്നു ആത്മാവിന് നാശമില്ല. ദേഹിയും ദേഹവും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച് പറയുന്നു അല്ലേ. ദേഹി ആ മരണസമയത്ത് ശരീരത്തിൽ നിന്നും ദേഹി പോവും, ദേഹം എന്ത് ചെയ്യും? ദേഹം അവിടെ അല്ലേ. ഇപ്പോൾ ഉദാഹരണം, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ആക്സിഡൻറ്റ് നമുക്ക് സംഭവിച്ചു, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആളിനെ ദയാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വയ്ക്കുക.
അപ്പോൾ ആംബുലൻസിൽ നിന്നും ഇറക്കി. അപ്പോൾ തൊട്ട് അയൽവാസികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുമോ നമ്മുടെ ഗംഗാധരേട്ടനതെ വലിയ ഗംഗാധര മേനവനോ ഗംഗാധര നായരോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ആ ആളിനെ ഹോസ്പിറ്റലിലേക്ക് ഐശ്വര്യക്ക് കൊണ്ടുപോയി കിട്ടാന്ന് പറയും. പക്ഷെ ആ അപകടത്തിൽ ആൾക്ക് വേറെ മുറിവുകളൊന്നും ഏറ്റില്ല. പക്ഷെ ഹൃദയസ്ഥാനത്ത് ആൾക്ക് എവിടെയോ ഒരു അടി കിട്ടി അപകടത്തിൽ. കുറച്ച് കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ചെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ആളുടെ നില വളരെ സീരിയസ് ആണ്, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഒന്നേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും വളരെ വെപ്രാളായി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി, എന്തുണ്ടായി അങ്ങനെ കഥകളൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ആള് മരിച്ചു. അപ്പോൾ ആളുടെ ഏതോ ഒരു മർമ്മപ്രധാനമായ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവത്തിന് ആ ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായ ഒരു ആഘാതമേറ്റു. അതിൻ്റെ ഭാഗമായിട്ട് മരിച്ചു. തിരിച്ച് ആ സ്ട്രെച്ചറിൽ കിടത്തി ആ ബോഡിയെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആംബുലൻസിലേക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെന്നാ പറയാ ആളുകൾ? ഗംഗാധരന്റെ പേര് പറയില്ല, ആ ബോഡി കൊണ്ടുപോകൊണ്ടാണ്. ഫസ്റ്റ് വരുമ്പോ എന്താ പറഞ്ഞേ? തിരിച്ചു കൊണ്ടുപോകുമ്പോ എന്താണ്? ആ ബോഡി കൊണ്ടുപോകും. അപ്പൊ ആ ബോഡി കഴിഞ്ഞു നിശ്ചലായി, അസ്തമിച്ചു അത് കഴിഞ്ഞു. അപ്പൊ പക്ഷെ അതിനകത്തുള്ള ആ ആത്മാവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയത് ഡോക്ടർ കണ്ടോ, മകൻ കണ്ടോ, അയൽവാസി കണ്ടോ, ആരെങ്കിലും കണ്ടോ? അപ്പോ ശീലപ്രഭുപാദര് വൈഷ്ണവ ആചാര്യന്മാർ പറയുന്നത് ആ ആത്മാവാണ് ഏതൊരു മനുഷ്യൻ്റെയും ചലനാത്മകമായി അവനെ ചൈതന്യമുള്ളവനാക്കി മാറ്റുന്നത് ആരാണ്? ആ ആത്മാവിനെ കുറിച്ചുള്ള പഠനത്തിനാണ് കൃഷ്ണാവബോധ പ്രവർത്തനം. അപ്പോൾ രൂപഗോസ്വാമി പറയുന്നത് ആരാണ്? രൂപഗോസ്വാമി ആ ഷഡ്ഗോസ്വാമിമാരിൽ ഒരാളാണ് രൂപഗോസ്വാമി. നമ്മൾ ആ ഷഡ്ഗോസ്വാമിമാർ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാവും? 6 പേര്. ആ 6 പേരുടെ പേര് നമുക്ക് പറയണ്ടേ? മാതാജി, ലത മാതാജി, ആരാണ് 6 പേര്? ഭഗവാന്റെ അവരുടെ പേര് ആ അപ്പോൾ അത് നമുക്ക് വളരെ കൃത്യതയോടുകൂടി നമുക്ക് അതിൽ പറയുന്നത് ശ്രീരൂപ സനാതന ഭട്ടരഘുന ശ്രീ ജീവ ഗോപാല ഭട്ട ദാസരഘുന. അവരെവിടെ ഇരിക്കുന്നത്? ഗോലോക വൃന്ദാവനത്തിൽ. അപ്പൊ ആ ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്ന അവർ അത്രയും ശ്രേഷ്ഠരായ ആ ഷഡ്ഗോസ്വാമിമാരെ എവിടെ ഇരിക്കുന്നുണ്ടോ? ഉണ്ട്. എവിടെയാ ഇരിക്കുന്നു ഫോട്ടോ? ആ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. അപ്പോ ആ ഷഡ്ഗോസ്വാമിമാരാണ് ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലെ ലീലകളെ സംബന്ധിച്ച് ഈ ഭൗതിക ലോകത്തില് ഉല്ലസിച്ച് ആഘോഷിച്ച് കണ്ണ് മയങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ഭക്തിയുടെ അമൃത് നൽകാൻ വേണ്ടി വന്നവരാണ് 6 ഷഡ്ഗോസ്വാമി. അതിലുള്ള ഒരാൾ പറയാണ്, രൂപഗോസ്വാമി പറയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഭക്തിയുത സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഭക്തിരസാമൃത സിന്ധു എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഭക്തിയുത സേവനം ഒരു തരം സംസ്കരണമാണ് എന്നാണ് രൂപഗോസ്വാമി പറയുന്നത്. അല്ലേ? ഒരു തരം സംസ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംസ്കരണം? സംസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു അശുദ്ധിയെ മാറ്റി ശുദ്ധീകരിച്ചെടുക്കുക, സംസ്കരിച്ചെടുക്കുക. കാരണം നമ്മുടെ ഈ സമൂഹത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും നമ്മൾ എവിടെ നിന്നാണ് വന്നത്? സത്സംഗത്തിലേക്ക്
എവിടുന്ന നമ്മൾ ഈ സത്സംഗത്തിലേക്ക് എത്തിച്ച് ഈ ചെളിക്കൊണ്ട് നിറഞ്ഞ ഈ ഭൗതിക ലോകത്തിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഓരോ കൃഷ്ണഭക്തന്മാരും അവർക്ക് കിട്ടിയ അറിവും അവർക്ക് കിട്ടിയ നിരന്തരമായ പ്രയത്നത്തിൻ്റെയും പ്രവൃത്തിയുടെയും ഭക്തിയുത സേവനത്തിൻ്റെയും ഭാഗമായി അവർ പറഞ്ഞു. എന്ത് പറഞ്ഞു? പ്രകാശേ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഭക്തിയുത സേവനം ഭഗവാന്റെ ക്ലാസ് നടക്കുന്നുണ്ട്, അവിടേക്ക് പോയാൽ നിനക്ക് എന്ത് കിട്ടും? പണം കിട്ടുന്നല്ല പറഞ്ഞത്. അത് നിന്റെ കടങ്ങളെല്ലാം വീട്ടിൽ തരാന്നല്ല രാജീവ് ലോചനങ്ങളും പറഞ്ഞത്. നിനക്ക് അവിടെ പോയാൽ ഭഗവാനെ കിട്ടും. ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിൻ്റെ കൂടെ ലക്ഷ്മിയും വരും അല്ലേ? നമ്മൾക്ക് സംശയം ഉണ്ടാവരുത്. കാരണം എന്താ? പലർക്കും സംശയം എന്താ? ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ പെട്ടെന്ന് പണം കാര്യങ്ങളൊക്കെ സുഖസൗകര്യങ്ങളെല്ലാം തരുമോ? ഇല്ല. പിന്നെ ആരതൊക്കെ തരാം? ശിവന്റെ അടുത്ത് ചെന്ന് അപ്പം തന്നെ തരും. അല്ലെങ്കിൽ മറ്റ് 30 കോടി ദേവീദേവന്മാരുടെ അടുക്കിലേക്ക് പോയാൽ അപ്പം തന്നെ അവർ തരും. അപ്പോൾ ഏറ്റവും നല്ല എളുപ്പത്തിൽ നമുക്ക് കോടികൾ ഉണ്ടാക്കുന്നതല്ലേ? അപ്പോൾ എളുപ്പത്തിൽ കോടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്താണ്? ആ ഭൗതിക ആഗ്രഹ അഭിലാഷങ്ങൾ നിർവഹിക്കുന്നതിനും നിറവേറ്റുന്നതിനു വേണ്ടി ആളുകളെല്ലാം, ജീവാത്മാക്കളെല്ലാം പരക്കം പാഞ്ഞ് 30 കോടി ദേവീദേവന്മാരുടെ അടുക്കിലേക്ക് ഇടികൂടി തള്ളിക്കയറി പോവാണ്. ഇവിടെയോ രണ്ടാളിനെ പിടിച്ചിരിക്കുമ്പോൾ ഒരാൾ പോയി, ഒരാളിനെ പിടിച്ചിരിക്കുമ്പോൾ മൂന്നാമത്തെ ആൾ പോയി, 4 ആൾ കൂടി വന്ന 5-ാമത്തെ ആൾ ദേ വരുന്നു എന്ന് പറഞ്ഞു പോയി. എന്താ കാരണം? കാരണം ഭഗവാൻ പതുക്കെ കൊടുക്കുന്നു. പക്ഷെ ഭഗവാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുത്തു തരും. അതിൽ യാതൊരു മാറ്റമില്ല. അതാണ് നമ്മുടെ ഈ സുധാമ്മ അല്ലേ? നമ്മളിതൊക്കെ നമ്മൾ വായിക്കുന്ന ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവർ കാണിച്ചു തന്ന വഴികൾ. സുധാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുചേലൻ പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത്. സുധാമ. ആ സുധാമനെ ചക്രാധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മീയ മിത്രം സുധാമയോട് പറഞ്ഞു, സുധാമ, എനിക്ക് കുട്ടികളൊക്കെ ഭാര്യ കുട്ടികൾ, നിനക്ക് വിശന്ന് വയറു ഒട്ടി, നിന്റെ കുട്ടികളെ കാണുമ്പോൾ, ബ്രാഹ്മണ കുടുംബമാണ്, പക്ഷെ കുട്ടികളെ കാണുമ്പോൾ വിഷമം തോന്നും. അവർക്ക് ഒരു നേരം കഴിക്കാൻ അവിടെ അരിയില്ല, ഒന്നുമില്ല. ഈ പട്ടിണി കൊണ്ട് നടന്ന് നീ തിരുനാമം ജപിച്ച് ഭഗവാനെ വിളിച്ചിട്ട് വയറ് നിറയും. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാനൊരു ഉപായം പറഞ്ഞുതരാം. അവിടെ നീ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ അടുത്ത് പോയിട്ട്, രാജാവാണ് ഈശ്വരൻ, അത് രാജാവിനെ അങ്ങോട്ട് പ്രകീർത്തിച്ച് അങ്ങോട്ട് പാട്ട് പാടാം. നീ ഇപ്പോൾ ഹരിയെ പ്രകീർത്തിക്കുകയാണല്ലോ, ആ ഹരിക്ക് പകരം രാജാവിനെ അങ്ങോട്ട് പ്രകീർത്തിക്കുക. ആ രാജാവിനെ പ്രകീർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? രാജാവ് നിനക്ക് എന്തൊക്കെ തരും? സ്വർണം, വെള്ളി, ഡയമണ്ട്, ഒരുപാട് പണം നിനക്ക് തരും. അപ്പം ആ പണത്തിലൂടെ നിനക്ക് എന്താവാം? കുട്ടികൾക്ക് എന്ത് മേടിച്ച് കഴിക്കാം? നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ച് കഴിക്കാം അല്ലേ? പട്ടിണി മാറും, ദാരിദ്ര്യം മാറും, എല്ലാം മാറും. നിനക്ക് നല്ല കൊട്ടാരം പോലത്തെ വീട്ടിൽ താമസിക്കും. സുധാമ കേട്ടോ? സുധാമ കേട്ടില്ല. സുധാമ പറഞ്ഞു, എനിക്ക് വേണ്ട തോന്നുന്നു, എനിക്ക് എൻ്റെ ഹരിയെ വിട്ട് എനിക്കൊന്നും വേണ്ട. അപ്പോൾ ഭാര്യ അവിടെ കുട്ടികൾ വിശന്ന് വലഞ്ഞ് വയറൊട്ടി കുട്ടികൾ ചോദിക്കും, അമ്മ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? ആ അടപ്പത്ത് ഒരു അലുമിനിയത്തിൻ്റെ കലം വെച്ച് അത് എന്നിട്ട് മക്കളെ നിങ്ങൾ കുറച്ച് ഉറങ്ങിക്കും, എന്നിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ആ അമ്മ സഹിച്ച, ആ കുടുംബം സഹിച്ച ത്യാഗനിർഭരമായ ഒരു ജീവിതം അല്ലേ? എന്നാൽ ഈ സുധാമാര ഭഗവാന്റെ അത്ര അടുത്ത കൂട്ടുകാരനും അടുത്ത ആളാണ്. ഒന്ന് പറഞ്ഞാൽ ഭഗവാൻ അപ്പം തന്നെ ഇത് അറിയില്ലേ? ഭഗവാൻ അറിയാം. പക്ഷെ എന്നിരുന്നാലും ഒന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്വർഗ്ഗമാക്കി കൊടുക്കാൻ കഴിവുള്ള ആള് കൂട്ടുകാരൻ അല്ലേ? നമ്മുടെ ഇന്നത്തെ കലിയുഗ കാലഘട്ടത്തിലെ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? അവരങ്ങനെ ആ പരിസരത്തിൽ കൊണ്ടോ അങ്ങനത്തെ ഒരു മൈൻഡാണെന്ന് ഈ കലിയുഗത്തിൽ. അപ്പോൾ അവിടെ സുധാമയും കുടുംബവും കുട്ടികളും അനുഭവിച്ച ആ ജീവിത ദുരിത ദുഃഖങ്ങൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്കുണ്ടാവില്ലേ? നമുക്കുണ്ടാവും. ആ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പരീക്ഷണത്തിൽ നമ്മൾ
16 മാലയും 68 മാലയും 64 മാലയും ജപിച്ചു. 52,000 ക്ലാസ്സുകൾ കേട്ടു. എന്നിട്ടും എൻ്റെ ദുഃഖം മാറുന്നില്ല, വിഷമം മാത്രം, സങ്കടം മാത്രം. ഞാൻ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ നഷ്ടമാക്കുക. നഷ്ടം നമുക്ക് നഷ്ടമാണ്. എന്ത് നഷ്ടം? സാമ്പത്തികമായുള്ള നഷ്ടമല്ല, അല്ലെങ്കിൽ മറ്റു ചില നഷ്ടമല്ല. നമ്മുടെ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട് ആത്മാവിന് നഷ്ടം സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത്തരം ജീവിത പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, എല്ലാം പ്രതിബന്ധങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മുൻജന്മ കർമ്മഫലത്തിന്റെ പരിണത ഫലമായി നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന ദുഃഖങ്ങളാണ്, ദുഃഖഭാരങ്ങളാണ്. അതിന് നമുക്ക് എങ്ങനെ കഴുകിക്കളയാം? തീവ്രമായി തിരുനാമം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഉച്ചത്തിൽ ഉറക്കെ, തൊണ്ട വറ്റി വരണ്ട് ക്ഷീണിച്ച് കഠിനമായി ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആരവിടെ പ്രത്യക്ഷനാവും? ഈ വിളിയെയാണ്, ഈ വിശ്വാസത്തെയാണ്, ഈ ബോധത്തെയാണ് ദൃഢമായി ഈശ്വരനിൽ, കൃഷ്ണനിൽ ദൃഢമായി വിശ്വസിക്കുന്നവരുടെ അടുത്ത് ആരുണ്ട്? ഭഗവാൻ കൂടെയുണ്ട് അല്ലേ? ഭഗവാൻ കൂടെയുണ്ട്. അതുകൊണ്ടാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്, നീ പേടിക്കണ്ട. കാരണം എന്താ? വില്ലാളി വീരന്മാരായ ആളുകൾ മുഴുവൻ നിൽക്കുകയാണ് അവിടെ. അർജുനനൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. പറ്റുമോ? അർജുനന് കിട്ടിയ ആ അസ്ത്രം, അതിന്റെ പേരെന്തെന്ന്? അർജുനന് കിട്ടിയില്ലേ? അർജുനനെ വലിയ ഉഗ്രമാക്കിയ, അർജുനന് കിട്ടിയ ആയുധത്തിന്റെ പേരെന്താ? ഈ ആയുധങ്ങളൊക്കെ ഒരൊറ്റ അമ്പ് താഴത്തേക്ക് ചെയ്ത് അവിടെ എന്തായി? തീയായി. തീയിനെ വെള്ളാക്കി അതിനെ കെടുത്താനുള്ള ആയുധം. അങ്ങനെ പരിശീലിച്ചതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ കുരുക്ഷേത്ര യുദ്ധങ്ങളൊക്കെ വെച്ച് അർജുനനെയും ഈ വീര പോരാളികളെ തോൽപ്പിക്കാൻ ആരുണ്ടാവണം അടുത്ത് കൂടെ? അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ മഹിമ, ആ സ്ഥലത്തിന്റെ മഹിമയുണ്ട്. ഒപ്പം അതിനേക്കാൾ ഉപരി ആരുടെ മഹിമയുണ്ട്? ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ എന്ത് പറയുന്നത്? പരമ ദിവ്യോത്തമ പുരുഷൻ. ഈ ഈശോപനിഷത്തിന് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ആചാര്യന്മാര്, പരമ ദിവ്യോത്തമ പുരുഷൻ. ആ പരമ ദിവ്യോത്തമ പുരുഷനെ പകരം വയ്ക്കാൻ, ഒപ്പം വയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ബേസ് ഇട്ട് പോകേണ്ടത് ഇങ്ങനെ പഠിച്ച് നമ്മൾ പോകണം അല്ലേ വിജേഷ് പ്രഭു? ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ എന്താണെങ്കിൽ നമ്മൾ നന്നായിട്ട് നാമം ജപിക്കുന്നു, നമ്മൾ നന്നായിട്ട് സേവ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുട്ടികൾക്കോ, നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ, ആരെങ്കിലും ഇവിടെ വരുന്നവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ മെന്റലി ചെറിയൊരു ആപത്ത് വന്നു, അയൽവാസികൾ എന്താ പറയുക? അയൽവാസികൾ നമ്മളിപ്പോൾ ഗോപിക്കുറിയൊക്കെ ഇട്ട്, ചന്ദനമൊക്കെ വരച്ച്, നല്ല തുളസിമാലൊക്കെ ഇട്ട്, നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സുകൾ ഇട്ട് ഇറങ്ങുമ്പോൾ തന്നെ, ഭാര്യ ഭർത്താവ് കുട്ടികളായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ കണ്ണു പറ്റുന്നുണ്ട്. കാരണം എന്താ? അവർക്ക് പറ്റില്ല, അവർക്ക് പറ്റില്ല ഇവര്. അപ്പം അവരുടെ കണ്ണു പറ്റി. അവർ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളോട് എന്തെങ്കിലും കുത്താൻ വേണ്ടി ഇരിക്കാൻ, ആ സമയത്താണ് എന്തെന്ന് പറയുന്നത്, ഓങ്ങാൻ നിന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലൊരു ചെറിയൊരു സംഭവം. അപ്പം അവർ പറയുന്നത് എന്തെന്ന്, എന്താ പറയുക? അവര് ചിരിച്ചിട്ടുണ്ട്. നല്ല കാര്യവും അവരുടെ മൂക്കും, അവരുടെ മുഖം, കണ്ണും, ഈ കവളൊക്കെ ചുളിഞ്ഞ് ഒരു പ്രത്യേക രീതിയിൽ പറയാം. ഈ ഭഗവാനെ ജപിച്ചിട്ട് വല്ല കാര്യമില്ല. ഇപ്പൊ എന്തുണ്ടായി? മകൻ വീട്ടിലിരിക്കുന്നില്ലേ? എന്താ സംഭവം? ജപിച്ചില്ലേ? എത്ര മാല ജപിക്കാറ്? 64 മാല. നിന്റെ ജപമൊക്കെ കണ്ടപ്പോൾ, നിന്റെ നടത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ആകെ കുരുമാലാവുന്നു. നമ്മുടെ ഈ നാട്ടിലെ ശരാശരി വർത്തമാനമാണ് ഞാൻ പറയുന്നത്. ശരാശരി സത്യല്ലേ മാതാജി? അപ്പം ഇവിടെ നമുക്ക് വേണ്ട ദൃഢമായുള്ള ബോധം എന്താ? എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ ഭഗവാനെ കൂടുതൽ ഭഗവാൻ ശരണാഗതി അല്ലേ? അതാണ് ആ പദപ്രയോഗം. രൂപഗോസ്വാമി
ഈ ഭക്തിരസാമൃത സിന്ധുവിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ശരണാഗതി. ഭഗവാനെ ശരണാഗതി പ്രാപിക്കുക, വേറെ ആരെയും പ്രാപിച്ചില്ല. അപ്പൊ ആ ശരണാഗതി പ്രാപിക്കുമ്പോൾ ഭഗവാനെ എല്ലാം അറിയാം, അന്തർയാമിയാണ്. നമുക്ക് അരി മേടിക്കാൻ കാശില്ല, റേഷൻ കടയിൽ പോകാൻ കാശില്ല, മറ്റെന്തിനും കാശില്ല, ഒന്നുമില്ലെങ്കിൽ ആർക്കറിയാം? ഭഗവാൻ അറിയാം. ഇപ്പൊ വിശംബരം പ്രഭു കൂടി ഇരിക്കുന്നു ഇല്ലേ? വിശംബരം പ്രഭുവിന്റെ ഭാര്യ കുട്ടികൾ ഇപ്പൊ എന്താണ് വീട്ടിൽ ചെയ്യുന്നത് അറിയോ? ഭഗവാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇല്ലേ? ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിലാണ്. ഈശോപനിഷത്തിൽ കണക്ട് ചെയ്ത് പറയുന്നതാണ്. ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിലെ ഇരിക്കുമ്പോൾ തന്നെ അയ്യന്തോൾ ഹരേ കൃഷ്ണ നാമഘട്ട ഇവിടെ സത്സംഗം നടത്തുന്ന ഇതിൽ ഹാജരായിട്ടുള്ളവരുടെ ഹാജറിൽ ആരെടുത്തുണ്ട്? അതാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം. ജീവാത്മാവിന് പരിമിതികളുണ്ട്. അതാണ് വിശംബരം പ്രഭുവായാലും ഞാനായാലും നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരായാലും നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലിരിക്കുന്നവർ എന്താ ചെയ്യാമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒപ്പം തന്നെ ആര് കട്ടുകൊണ്ടുപോയി? ബ്രഹ്മാവ് കട്ടുകൊണ്ടുപോയ പശുക്കിടാങ്ങളെയും കുട്ടികളെയും കളിച്ചുകൊണ്ടിരുന്ന ആളുകളെയും എന്ത് ചെയ്തു? കുസൃതി എന്നുള്ള രീതിയിൽ ബ്രഹ്മാവ് തട്ടിക്കൊണ്ടുപോയി. അതേ ബ്രഹ്മാവിന്റെ കണ്ണു തള്ളി. ബന്ധപ്പെട്ടത് എൻ്റെ അടുത്ത് കുട്ടികളും പോയി, പിന്നെന്താ അവിടെ കുട്ടികളും? അതാണ് ഭഗവാൻ. അപ്പൊ ആ ഭഗവാന്റെ ലീലാവതാരങ്ങൾ വളരെ രസകരമാണ്. അത് നമ്മൾ വൃന്ദാവന ലീലകളിലെ പ്രഭു വിജേഷ് പ്രഭു ക്ലാസ് എടുക്കുമ്പോൾ കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ പ്രഭു അല്ലേ? വളരെ യശോദാമയിയുടെ ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ രസകരമായിട്ട് ആ പ്രഭു അവതരിപ്പിക്കുമ്പോൾ ആ വൃന്ദാവനം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് വേണം? ആ പ്രഭു ശശിപ്രഭു പറഞ്ഞ പോലെ മാതാജി ഞാനുണ്ട് ഇല്ലേ അല്ലേ? ആ ശശിപ്രഭു മൂവാറ്റുപുഴ എന്നുള്ള പ്രഭു പറഞ്ഞു ഞാനുണ്ട് മാതാജി. എവിടേക്ക്? വൃന്ദാവനത്തിൽ. കാരണം എന്താ? ആ വൃന്ദാവനത്തില് ആ അമ്പാടി ഈ കണ്ണനോട് അച്ഛൻ പറയാണ്, നമ്മുടെ നന്ദഗോപുര് ജോലിക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത് നന്ദഗോപുര് ചെരുപ്പിടാൻ പറഞ്ഞു അല്ലെ? വിജേഷ് പ്രഭു ചെരുപ്പിടാൻ നന്ദഗോപുര് പറഞ്ഞു. ചെരുപ്പിടാൻ പറഞ്ഞപ്പോ യശോദാമയ്യ പറഞ്ഞു, ദാ ഉണ്ണി കണ്ണ, ആ ഭഗവാൻ അങ്ങനെ വിളിക്കില്ലോ, ഇതേ അച്ഛൻ ചെരുപ്പിടാൻ മറന്നുപോയി. അപ്പൊ ഉണ്ണി എന്ത് ചെയ്തു? ആ ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്ന് തലയിൽ വെച്ച അച്ഛന് ചെരുപ്പ് ആരത് തലയിൽ വെക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ആ ലീലകളിൽ എത്രയോ ഈ ഈശോപനിഷത്ത് പറഞ്ഞ് എത്രയോ ഋഷിവര്യന്മാര്, എത്രയോ സന്യാസിമാര് കോടാനുകോടി വർഷങ്ങൾ എവിടെ ഇരിക്കുന്നവര്? ഈ ഭഗവാനെ ഒന്ന് കിട്ടാൻ, സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാൻ അല്ലേ? നമ്മുടെ മക്കൾ അങ്ങനെയാണല്ലോ, സ്വന്തമായിട്ട് താനൂലിക്കാൻ, അവരെ പ്രണയിക്കാൻ, ഇഷ്ടപ്പെടാൻ, അവരെ കൊഞ്ചിലുകളും അവരുടെ കരച്ചിലുകളും അവരുടെ കുസൃതികളും കാണാൻ വേണ്ടി ഭഗവാനെ ഒന്ന് കിട്ടാൻ, ഒന്ന് കാണാൻ, ഒന്ന് സ്വന്തമാക്കാൻ വേണ്ടി കോടിക്കണക്കിന് വർഷങ്ങൾ തപസ് അനുഷ്ഠിക്കുമ്പോൾ ഇവിടെ യശോദാമയ്യ ഉണ്ണീനെ ചൂരലെടുത്ത് അല്ലേ, മയിൽപ്പീലി തണ്ടെടുത്തിട്ട് ഉണ്ണീനെ അടിക്കാവുന്ന അല്ലേ? ആ ലീല അവതാരം, ഭഗവാന്റെ അവതരണമൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൃഢമായി വിശ്വസിച്ച് പോകണം. എന്താണ്? അതെൻ്റെ ഈശ്വരൻ ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ അത് മായാവാദികളെ സംബന്ധിച്ച്, നിരീശ്വരവാദികളെ സംബന്ധിച്ച്, നിരാകാരവാദികളെ സംബന്ധിച്ച് അവർക്കത് അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ടോ? അവർക്കത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിരാകാരവാദികളെ സംബന്ധിച്ച് അവർക്ക് ഗോലോക വൃന്ദാവനത്തിലേക്കൊന്നും പോകണ്ട. അവർക്ക് എവിടേക്കാണ് പോകേണ്ടത്? അവർക്ക് എവിടേക്കെങ്കിലും പോയാൽ മതി. അവർക്ക് എന്നെ പണിയുന്നില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന നമ്മൾക്ക് വളരെ കൃത്യതയോട് കൂടിയുള്ള ഒരു വഴിയുണ്ട്, ഒരു സഞ്ചാര പദമുണ്ട്. ആ സഞ്ചാര പദത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ആചാര്യന്മാർ പറയുന്നു 12 മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈശ്വരൻ? ആരാ മാതാജി? ഹിന്ദു മാതാജി 12 മഹത്തുക്കൾ ആരാണ്? 12 മഹാജനങ്ങൾ ആരാണ്? 12. സ്റ്റെപ്പ് കറക്റ്റ് ആ ഓർഡർ ഒന്ന് വരട്ടമാണ്. അല്ലെങ്കിൽ വേണ്ട, 12 പേര് പറഞ്ഞത്. ആരാണ് ആ മഹത്തുക്കൾ? വിജേഷ് പ്രഭു. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ഇല്ല, ശശിപ്രഭു ഇങ്ങനെ നല്ലതല്ല, ഒന്ന് പഠനാർഹമായി ചർച്ച ചെയ്ത് പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിലുള്ള കുറവുകളെല്ലാം നികത്തി തിരുത്തി
നമുക്ക് അടിയുറച്ച് നമുക്ക് ബലിഷ്ടമാവും. നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഒരു നിരാകാരവാദി, ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ മറ്റിതര ആളുകൾ എന്തിനാ വെറുതെ ഗോപിക്കുറി വരച്ച് പോകണം? അവിടെ പോയിട്ട് എന്ത് കിട്ടാൻ? അവിടെ അപ്പോ 12 പേര് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. നമ്മളോട് ആളുകൾ ചോദിക്കുമല്ലോ, ആരാണ് ഈശ്വരൻ, ആരാണ് ഭഗവാൻ, ആരാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറയാണ്ടെന്ന് പറഞ്ഞു വരാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്ത് വേണം? എഴുതി വെച്ചു, മനഃപ്പാഠമാക്കി വയ്ക്കുക. ആരൊക്കെയാണ്? 1 വിരൽ പൊട്ടിച്ചോളൂ. 1 ബ്രഹ്മാവ്, 2 ശിവൻ, 3 നാരദൻ, 4 മനു, 5 കുമാരന്മാർ. ആരെ കുമാരന്മാർ? കുമാരന്മാർ. 6 കപിലൻ, 7 പ്രഹ്ലാദൻ, 8 ഭീഷ്മർ, 9 ശുകദേവ് ഗോസ്വാമി, 10 യമൻ, 11 ജനകൻ, 12 ബലിചക്രവർത്തി. ഈ 12 പേര് പറഞ്ഞിട്ട് മറ്റ് ആളുകൾ വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട. പക്ഷെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മൾക്കറിയേണ്ടത് ആരാണ് ഈ 12 പേര്? ആ 12 പേര് നേരം വെളുത്തപ്പോൾ ഇതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞവരല്ല ആണോ? ബലിചക്രവർത്തി തൻ്റെ അവസാന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രാചാര്യർ പറഞ്ഞു, അതേ ഒരു ഉയരം കുറഞ്ഞൊരു കുട്ടി വരുന്നുണ്ടാവും. ആണ് അപകടമാണ്. ആള് എന്തോ നേട്ടത്തിന് വേണ്ടി വരുന്നത്. ഒരു കാര്യം ചോദിച്ചാൽ കൊടുക്കരുതിട്ടാണ്. പക്ഷെ ബലി മഹാരാജാവിനെ സംബന്ധിച്ച് ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൊടുത്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം വന്ന് ഒരു കുട്ടിയല്ല വരുന്നത്. കുട്ടി ഒരു 3 കാലടി മണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്തിപ്പോ വരാൻ പോകുന്ന ആൾ വിചാരിച്ചു അന്നാള് സാക്ഷാൽ കൃഷ്ണനാണ്, ഭഗവാനാണെന്ന് ബലിചക്രവർത്തിക്ക് അറിയോ? ഇല്ല. പക്ഷെ ആർക്കറിയാം? അത് അസുര ചക്രവർത്തിയായിട്ടുള്ള മറ്റ് സന്യാസിയായിട്ടുള്ള ശുക്രാചാര്യർക്കറിയാം. അദ്ദേഹം പറഞ്ഞു കൊടുക്കരുത്. പക്ഷെ അവിടെ എന്താണ്? ആത്മനിവേദനമാണ്. അവിടെ അർപ്പിക്കാൻ ആ ശരണാഗതിയാണ് നമുക്ക് ഭക്തി വേണം. ആ ശരണാഗതി വരുമ്പോ അല്ലേ ഈ ബലി ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ ഭരിച്ച് ഇവിടെ എന്തില്ല, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, എല്ലാവരും സന്തോഷത്തോടെ തിമിർത്ത് ആടി പുഞ്ചിരിച്ച് അങ്ങനെ നീന്തി കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു കാലത്തിൻ്റെ മാലോകം മൊത്തം വാണരുളിയ ഒരു മഹാരാജാവ് ഈ 3 അടി മണ്ണ് കൊച്ചു കുട്ടി വന്ന് ചോദിച്ചപ്പോൾ അത് കൊടുത്തു. അവസാനം എന്ത് ചെയ്തു? 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ തൻ്റെ ശിരസ് കുനിഞ്ഞു കൊടുത്ത ആ സംഭവം ആളുകൾ പറയുന്നത് എന്താണ്? നിരീശ്വരവാദികൾ പറയുന്നത് എന്താണ്? ആ കാലുകൊണ്ട് ആ ബലി മഹാരാജാവിനെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയ ആൾ എന്നുള്ള രീതിയിലാണ് അത് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ബേസ് ഇട്ട് പോകണം. നമ്മൾ ഭക്തിയിൽ ഉയരാനെടുക്കല്ലേ? ഭക്തിയിൽ നമ്മൾക്ക് ഉയരണമെങ്കിൽ എന്ത് വേണം? ആ ബേസ് ക്ലിയർ ചെയ്ത് പോകണം. അടിത്തറ ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് മാഷ് വെച്ച് കുഞ്ഞിക്കവിതകൾ അവതരിപ്പിക്കുന്ന ആ കുഞ്ഞുണ്ണി മാഷ് പറയും, അദ്ദേഹത്തിന് രസകരമായ ഒരു എഴുത്തുണ്ട്. വായിച്ചാൽ വരും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പം നമ്മൾ ഈ സത്സംഗത്തിൽ വരുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ ഇപ്പോൾ വിജേഷ് പ്രഭു കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാനോ മാതാജിയോ മറ്റിതര പ്രഭുക്കന്മാർ ക്ലാസ്സുകൾ കൊടുക്കുകയാണെങ്കിലും വളരെ നന്നായി ശ്രമിക്കുക അല്ലേ? നന്നായി ശ്രമിക്കുക. ആ ശ്രവണം തന്നെയാണ് ഏറ്റവും മുഖ്യം, ഒപ്പം കീർത്തനവും. അപ്പം നന്നായി ശ്രമിക്കുന്നതോടുകൂടി നമ്മുടെ മുൻജന്മ കർമ്മഫലങ്ങൾക്ക് അങ്ങനെ കെടുക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ ഇത് ഭഗവാനെ കുറിച്ചല്ലേ കഥ കേൾക്കും.
ആ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇതിങ്ങനെ മഞ്ഞുരുകി പോകുന്ന പോലെ നമ്മുടെ എന്തെല്ലാം ഉരുകി പോവും, നമ്മുടെ പാപങ്ങളെല്ലാം ഉരുകി പോകും. അപ്പം അങ്ങനെ ഉരുകി പോകുമ്പോൾ നമ്മൾ പിന്നെ എന്ത് വേണം? നമ്മൾ വീട്ടിൽ പോയിട്ട് സമയവും കാര്യങ്ങളും കിട്ടുമ്പോൾ ഭഗവാന്റെ ഈ ഭഗവത്ഗീതയോ ഭാഗവതമോ ഈശോപനിഷത്തോ കൃഷ്ണാബോധം വഴികാട്ടിയോ അല്ലെങ്കിൽ പഞ്ചരാത്രമോ നാരദരുടെ അങ്ങനെ ഏതെല്ലാം പുസ്തകങ്ങളുണ്ടോ അതെടുത്ത് വായിക്കുക. അത് നന്നായി ഇങ്ങനെ കുടിക്കുക. അങ്ങനെ കുടിക്കുമ്പോൾ എന്തുണ്ടാവും? ആ ഭഗവാനോടുള്ള പ്രേമം, അല്ലേ? നമുക്ക് ഭഗവാനോടുള്ള പ്രേമം ഇങ്ങനെ കൂടി. നമുക്കൊരാളോട് ഇഷ്ടമാണെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ എന്തു വില കൊടുത്ത് അവിടെ എത്തും. അതാണ് നിലമംഗലം സ്വാമിയാർ, അല്ലേ? നിലമംഗലം സ്വാമിയാരുടെ കഥ എന്താ? ആ ഇഷ്ടപ്പെട്ട ആ വേശ്യാസ്ത്രീയുടെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടി ഇടിവെട്ടും മഴയും ഇങ്ങനെ കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാവും. ആ കടന്നു പോകുന്ന പുഴയില് തടികളും എല്ലാം പാമ്പും ഒക്കെയുണ്ട്. പക്ഷെ ആ വൃക്ഷം, ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിന്റെ ആ ഇതിനെ എന്തെന്ന് പറയാം, ഈ വള്ളിയെ അദ്ദേഹം ഊഞ്ഞാനായിട്ട് ഈ തകർന്ന് ഇങ്ങനെ കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിനെ വകവയ്ക്കാതെ അദ്ദേഹം അക്കരയ്ക്ക് എത്തിയെന്ന് പറഞ്ഞു. ആ വേശ്യാസ്ത്രീയിലുള്ള ഇഷ്ടം അവളെ പ്രാപിക്കാൻ വേണ്ടി വില്ലമംഗലം സ്വാമിയാർ അവിടേക്ക് എത്താൻ വേണ്ടി പാതിരാത്രിക്ക് ഈ വലിയ മൂർഖൻ പാമ്പുകളും വലിയ ക്ഷുദ്രജീവികളുമുള്ള കൊടുങ്കാട്ടിലൂടെ ഇത്രയും വലിയ ഇടിവെട്ടും പേമാരിയും പെയ്യുന്ന കുത്തൊഴുകി വെള്ളം അങ്ങനെ പോകുന്ന അതിനെ മുറിച്ച് കടന്ന് ആ വേശ്യാസ്ത്രീയിലേക്ക് എത്തിയോ വേശ്യാസ്ത്രീ പറഞ്ഞ ഈ സമയം നിങ്ങൾ ആ ഭഗവാന്റെ ഒരു മാല ജപിക്കുക, ഒന്ന് സ്മരിച്ചോടെ. അതാണ് ആ സമയത്ത് അദ്ദേഹത്തിന് ആ സ്ത്രീ ഏത് ദുഷിച്ച സ്ത്രീ ആയിക്കോട്ടെ ആ ഭഗവാനെ കുറിച്ച് സ്മരണ വന്ന് പറഞ്ഞു കൊടുത്തല്ലോ. ആ വേശ്യാസ്ത്രീ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ട് വില്ലമംഗലം സ്വാമിയാർ പിന്നെ എന്തെന്തു ഉജ്ജ്വല ഭക്തനായിട്ട് മാറി. അപ്പോൾ ഈ കഥകള്, ഈ അനുഭവങ്ങൾ, ഈ അനുഭവ പാഠങ്ങള് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ രൂപഗോസ്വാമി പറയുന്നുണ്ട്, നമ്മളൊരു പ്രവർത്തനമില്ലാതെ എന്തെങ്കിലും പ്രവർത്തിക്കാതെ അവബോധത്തിന് നമ്മളെ സഹായിക്കാനാവില്ല. നമ്മുടെ അവബോധത്തിനെ നമ്മളെ സഹായിക്കാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും പ്രവർത്തി, അത് ഭക്തിയുത ഭഗവത് സേവനമാണ്. ആ ഭക്തിയുത ഭഗവത് സേവനം ആവണം എന്നാണ് ഈ ഭക്തിരസാമൃത സിന്ധു എന്ന് പറയുന്ന കൊച്ചു പുസ്തകത്തിൽ രൂപഗോസ്വാമി നമ്മളോട് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പടിപടിയായിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബോധമുണ്ടല്ലോ, പഴയബോധം എന്താണ്? ചൂടാവാം, തല്ലുകൂടാം, വഴക്കൂടാം, തെറി പറയാം, പുകവലിക്കുക, ചൂതാട്ടം ചെയ്യുക, മദ്യം കഴിക്കുക, മയക്കമരുന്ന് കഴിക്കുക, ഈ സ്വഭാവത്തിലെല്ലാം പതുക്കെ കാതലായിട്ടുള്ളൊരു മാറ്റം വരും. ആ മാറ്റം കൂടുതൽ നമുക്ക് ദർശിക്കാൻ കഴിയും. എങ്ങനെ? രൂപഗോസ്വാമി പറയുന്ന ഈ പ്രവർത്തനങ്ങളിലൂടെ. ആ പ്രവർത്തനത്തെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഭഗവാന്റെ ഭക്തിയുത സേവനം എന്ന സമഗ്രമായ ആധ്യാത്മിക പേരിട്ട് വിളിച്ചത് നമ്മുടെ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതുവരെ ആളുകൾ പ്രവർത്തനം ചെയ്യും, പക്ഷെ ഭക്തിയുത ഭഗവത് സേവനത്തിലൂടെ നമുക്ക് ഭഗവാനെ നമ്മുടെ സ്വന്തമാക്കാം, നമ്മുടെ സുഹൃത്താക്കാം, നമ്മുടെ ഭർത്താവാക്കാം, നമ്മുടെ ഭാര്യയാക്കാം, നമ്മുടെ അച്ഛനാക്കാം, നമ്മുടെ മുത്തച്ഛനാക്കാം. പക്ഷെ ഇതൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. എങ്ങനെ? അദ്ദേഹം ഭക്തിരസാമൃതത്തിലൂടെ പറയുന്നു. ഈ നമ്മൾ സത്സംഗത്തിൽ വരുമ്പോൾ ക്ലാസ് നോറിപ്പോൾ എഴുതി വെക്കുന്ന പ്രവൃത്തി, നമ്മൾ പായം അടക്കി വയ്ക്കുന്ന പ്രവൃത്തി, ഈ ഇത്തരത്തിലുള്ള സ്പീക്കറും മൈക്കും ക്ലിയറാക്കി ചെയ്യുന്ന പ്രവൃത്തി, ചോറ് വിളമ്പി കൊടുക്കുന്ന പ്രവൃത്തി, അത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ഭഗവാന് മാല ചാർത്ത് കൊടുക്കുക, പൂ കെട്ടി കൊടുക്കുക തുടങ്ങിയുള്ള ഭക്തിയുത ഭഗവത് സേവനത്തിനോടുകൂടി ഭഗവാനെ നമുക്ക് ആരാക്കി മാറ്റാം? നമ്മുടെ സ്വന്തക്കാരനാക്കി മാറ്റാം, നമ്മുടെ സുഹൃത്താക്കി മാറ്റാം. ആ സുഹൃത്തായിട്ട് നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെ പേടിക്കണ്ട? ഒരാളെയും പേടിക്കണം. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിഗത ജീവിതത്തിൽ ഈ ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിലൂടെ നമ്മുടെ ബോധത്തെ മാറ്റിമറിക്കുന്ന ഒരു വജ്രായുധമാണ് ഈ സത്സംഗം. ആ വജ്രായുധമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എല്ലാ ഞായറാഴ്ചയും ഇവിടെ എത്താൻ നമുക്ക് പറ്റില്ല. ഇല്ലെങ്കിൽ തടസ്സങ്ങൾ ഇട്ട്, ഓരോ തടസ്സങ്ങൾ ഇട്ട് ഭഗവാൻ.
നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് നമ്മുടെ ശരീരം എത്തണം. അപ്പൊ നമ്മുടെ മനസ്സും ബുദ്ധി കൊണ്ടുള്ള പ്രവൃത്തിയുണ്ട്. നമ്മുടെ മനസ്സ് നിരന്തരം ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കണം, എനിക്ക് ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യണം. എന്നിട്ട് എനിക്ക് എന്ത് വേണം? എനിക്ക് എൻ്റെ മരണസമയത്ത് ഭഗവാനെ കുറിച്ചുള്ള സ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് ഉണ്ടാവണം. ആ മനസ്സിലുണ്ടാകുമ്പോൾ ആര് വരും? യമരാജാവ് കാലന്റെ പുറത്ത് കയറി, ആ പോത്തിന്റെ പുറത്ത് കയറി ചക്രങ്ങളും അതുപോലെ തന്നെ കയറും മാരകായുധങ്ങളുമായി നമ്മുടെ ഇതിനെ കൊണ്ടുപോകാൻ, നമ്മളെ കൊണ്ടുപോകുമല്ലേ? ആ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് പട്ടികളും നായ്ക്കളും എല്ലാം കുരച്ച് ഒച്ച വെച്ച്, പശുക്കളെല്ലാം മിണ്ടാപ്രാണികളെല്ലാം പേടിച്ച് ഭയന്നിങ്ങനെ നിൽക്കുമ്പോൾ ഒരു തുളസിമാല കണ്ടത്തിൽ ധരിച്ച് നമ്മുടെ ഈ ഗോപിക്കുറിയും ഇട്ട് അങ്ങനെ മരണശൈലിയിൽ കിടക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ പുഞ്ചിരി തൂകും. കാരണം എന്താ? അവൻ പുഞ്ചിരി തൂകുന്നത് എന്നെ രക്ഷിക്കാൻ അവസാന സമയത്തായാലും ഞാൻ നിരന്തരമായ തിരുനാമ ജപത്തിന്റെ പരിണതഫലമായി എൻ്റെ അവസാന നാളുകളിൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാര വിന്ദനങ്ങളിൽ ശരണാഗതി പ്രാപിച്ച് അന്യ രക്ഷിക്കുവാൻ വേണ്ടി ഇതാ ഭഗവാന്റെ ദൂതന്മാർ വരുന്നു. അങ്ങനെ വരുമ്പോൾ ആ മരണത്തെ ഒരു പുഷ്പത്തെ പൂന്തോട്ടത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന നിഷ്പ്രയാസമായ മരണം ആ ആധ്യാത്മികവാദിക്കുണ്ടാകും. അതേസമയം ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ആ മരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് സ്മരണ പോലുമില്ല. അദ്ദേഹത്തിന്റെ സ്മരണകൾ മുഴുവൻ എന്താണ്? ഭൗതികതയെ കുത്തി നിറച്ച ഭൗതികതാബോധം. ആ ഭൗതികതാബോധത്തിന്റെ ഭാഗമായി അദ്ദേഹം നമ്മൾ കാലത്ത് കാണാൻ നടക്കാൻ പോകും ഓരോരുത്തരും പട്ടീനെ പിടിച്ചു കൊണ്ടുപോകും. പട്ടിയാണോ അദ്ദേഹത്തിന് വലിക്കുന്നത്? ആളാണോ പട്ടിയെ വലിക്കുന്നത്? ആരാണ്? അല്ലേ? നമ്മൾ പാല് മേടിക്കാൻ പോകുമ്പോൾ ചിലവർ വലിയ വലിയ ഡോബർമാൻ കൊഴുത്ത് തടിച്ച് ബീഫൊക്കെ കഴിക്കുന്ന നായ്ക്കളെ കൊണ്ട് നടക്കാണ്. അങ്ങനെ കൊണ്ട് നടന്ന് അവസാനം ഒരു കുറ്റിയിൽ തട്ടി അദ്ദേഹം തെറിച്ച് വീണു. പോസ്റ്റ്മോർട്ടം നടത്തി അവസാനം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ വരെന്താ? എൻ്റെ പിങ്കി എന്ന് പറയുന്ന ഡോഗിന് എന്ത് സംഭവിച്ചു അല്ലേ? അപ്പൊ ആ ഡോഗിന്റെ ഓർമ്മ വന്നു അല്ലേ ശശിപ്രഭു? ആ സ്മരണ മുഴുവൻ ആ ഡോഗായിട്ട് മാറി. അവസാനം അദ്ദേഹത്തിന് അടുത്ത ജന്മം എന്തായി മാറി? നല്ല തടുത്ത് കൊഴുത്ത് വലുതായ ഒരു നായയായിട്ട് അദ്ദേഹം നടക്കുന്നു. അപ്പോൾ ചോദ്യം ഇവിടെ പ്രഭുവാതിൽ ചോദിക്കുകയാണ്. ഫ്രാൻസിൽ വെച്ച് അദ്ദേഹം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പത്ര പ്രതിനിധി വന്നിട്ട് ചോദിച്ചു, ശ്രീല പ്രഭുവാദ്, ആ പ്രഭുവാദിൻ്റെ ഒരു ട്യൂണുണ്ടല്ലോ, ഒരു പ്രത്യേക ഇംഗ്ലീഷാണ്, രസകരമായ ഇംഗ്ലീഷ്. അപ്പോൾ പ്രഭുവാദിനോട് ചോദിക്കാണ്, ഈ പോകുന്ന ആളുകളെല്ലാം ഇങ്ങനെ എന്താ അവരുടെ അടുത്ത ജന്മം ഉറപ്പായിട്ട് അവർ നായ്ക്കളായിരിക്കും. എന്താ കാരണം? അവരുടെ ബോധം മുഴുവൻ നായയുടെ ആ കൊരയും ആ നായയെ സംബന്ധിച്ചുള്ള അവന് മുടിച്ചീക്ക് കൊടുക്കുക, നായനെ കുളിപ്പിക്കുക, നായക്ക് ബീഫ് കൊടുക്കുക, നായക്ക് പാല് കൊടുക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുക, ഇതിൽ നിരന്തരം മുഴുകിയിരിക്കുന്ന അവരുടെ സേവനം. ആ സേവനം ഭക്തിയുടെ ഭഗവത് സേവനമല്ല. അതുകൊണ്ട് അവർ മരിക്കുന്ന അവസാന സമയങ്ങളിൽ അവരുടെ ചിന്ത അതായിട്ട് അവർ മരിക്കുന്നതോടുകൂടി അടുത്ത ജന്മം അവരെന്തായിട്ട് മാറി? നായയായിട്ട് മാറി. ഇവിടെയാണ് പ്രഭുപാദ് ചോദിക്കുന്നത്. പ്രഭുപാദ് പറയാണ്, നിങ്ങൾക്ക് നായയാവണോ അഥവാ ഭഗവാന്റെ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്ന ആധ്യാത്മിക ലോകത്തിലേക്ക് പോകണോ, ശാശ്വതമായ ലോകത്തിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഇതെല്ലാം നരകയാതനയോടുകൂടി അനുഭവിക്കുന്ന ഈ ഭൗതിക ലോകത്തിലേക്ക് ജനിക്കണം? നമ്പർ 1 ചോദ്യം. ഇപ്പോൾ ഫ്രാൻസിൽ ഈ അടുത്ത കാലത്ത് ഒരു പത്രപ്രവർത്തകൻ എഴുതിയിരിക്കുന്നു, ഇസ്കോണിന്റെ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസിലേക്ക് പള്ളികളിൽ നിന്നും മറ്റ് ഇതര മതസ്ഥാപനങ്ങളിൽ നിന്നും 100 കണക്കിന് വരുന്ന ആളുകൾ ഒഴുകി ഇസ്കോണിന്റെ ടെമ്പിളിലേക്ക് വരാൻ. എന്താ കാരണം? അവിടെയാണ് ശ്രീല പ്രഭുപാദന്റെ മഹിമ. അവിടെ ഒന്നും അറിയാത്ത വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്നും ശ്രീമതി രാധാറാണി ആരാണെന്ന് പോലും അറിയാത്ത രാജ്യങ്ങളിൽ, പാശ്ചാത്യ നാടുകളിൽ പോയി ഭഗവാന്റെ ലീലകളും രൂപങ്ങളും എല്ലാം വർണ്ണിച്ച് അവിടേക്ക് ആളുകളെ കൊണ്ടുവന്നതാണ് അല്ലേ? അപ്പോ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണ്. ആ ഭഗവാന്റെ അംശമായ നമ്മൾ ഭഗവാനല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരുപാട് ഭഗവാന്മാർ ഈ കലിയുഗ കാലഘട്ടത്തിൽ കലഹത്തിൻ്റെയും കാപട്യത്തിൻ്റെയും യുഗമായി കലിയുഗത്തിൽ ഒരുപാട് ആളുകൾ ഈശ്വരന്മാരായി കലിയുഗത്തിലുണ്ട്.
പക്ഷെ നമ്മൾ ഈശ്വരന്മാരല്ല എന്ന കൃഷ്ണാവബോധ തിരിച്ചറിഞ്ഞു അല്ലേ? പരമേശ്വരൻ എന്ന കൃഷ്ണാബോധ തിരിച്ചറിഞ്ഞു നമ്മുടെ ബോധത്തെ കൃഷ്ണാബോധവുമായി ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അല്ലേ? മാറ്റാം. വൃക്ക മാറ്റി വയ്ക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ബോധമുണ്ട്. എന്തുകൊണ്ട് ഡോബർമാനും ക്യാറ്റും മറ്റും മൃഗങ്ങളും എല്ലാവരും പഠിക്കുക കോണിപ്പടി കയറി വരാത്ത? അവർക്ക് ബോധമില്ല. അവർക്ക് അത്തരത്തിലുള്ള ഒരു ബോധമില്ല, വികസിത ബോധമില്ല. പക്ഷെ നമ്മൾക്ക് ഇരുകാലികളായി നമ്മൾക്ക് ബോധമുണ്ട്. ആ ബോധത്തെ കൃഷ്ണാബോധവുമായി നമ്മൾ മാറ്റി ഒരയ്ക്കുന്ന ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ലളിതമായി രൂപഗോസ്വാമി സനാതന ഗോസ്വാമിയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ മധ്യത്തിൽ പറയാണ് നിവേദിക. അപ്പം നിർത്താം. യെസ്. അപ്പോൾ നിവേദിക്കാനുള്ളതുകൊണ്ട് ക്ലാസ് നിർത്താണ്. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ഇതിൽ ശക്തി ഭഗവാന്റെ ശക്തികളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സുകളിൽ വിജേഷ് പ്രഭു അല്ലെങ്കിൽ നമ്മുടെ മംഗളമാതാജി അല്ലെങ്കിൽ മറ്റ് വരുന്ന ആളുകൾ നമ്മുടെ പ്രഭുക്കന്മാരെ വിശദീകരിക്കും എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഗോവിന്ദ ഹരേ ഹരേ. प्रभु की നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലേ? നമ്മൾ പണ്ടാണ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓണത്തെല്ലാം ചെയ്തിട്ടുണ്ട്. വർഷത്തെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആർഭാവം ചെയ്യുന്നത് ഭദ്രവർഷ മത്സരം അതൊക്കെ തെറ്റിദ്ധാരണ അതിനെപ്പറ്റി പോയണം. അപ്പൊ ഇതെല്ലാം ഈ കാലത്ത് ഇരുപത്താറ് നടത്താം. ഒരുപാട് എന്തെങ്കിലും കഴിക്കുന്ന കഴിക്കുന്ന ഉദ്ദേശം പറയുന്നു. हरे कृष्ण भज भक्त वत्सल श्री गौर हरि
Thank you.